എന്തിന് വേലിയമ കിടക്കുന്ന പാമ്പിനെടുത്ത് ചുമലിട്ടു? ഇതിപ്പോ മോങ്ങിട്ട് കാര്യമില്ലല്ലോ. ബഹുമാന്യനായ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാലോ? ബോർഡ് അങ്ങനെ ആവശ്യപ്പെട്ടു, ബോർഡ് ഇങ്ങനെ ആവശ്യപ്പെട്ടു. ഒന്നാമത്തെ ബോർഡിന് എന്താണ് ലോക്കൽ സ്റ്റാൻഡ്? സർക്കാരാണല്ലോ അപ്പോയിന്റിംഗ് അതോറിറ്റി, സർക്കാരാണല്ലോ വെക്കേണ്ടത്, ബോർഡല്ലല്ലോ വെക്കേണ്ടത്. വി ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ആക്ട്. ഈ ആക്ടിന്റെ ഉൽപ്പന്നമാണ് ഞങ്ങൾ. ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിന്റെ ഉൽപ്പന്നമാണ്. ഞങ്ങൾ എങ്ങനെ ഇതിലാളെ അപ്പോയിന്റ് ചെയ്യാം? ഇത് വളരെ വിചിത്രമായി പറഞ്ഞു. പിന്നെ മാത്രമല്ല, വേറെ ഒരു സുപ്രീം കോടതിയിൽ, ഇത് സുപ്രീം കോടതിയിൽ അതിനൊക്കെ രസകരമായ സംഭവമാണ്. സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് അത് പച്ചയിൽ പറഞ്ഞല്ലോ. സുപ്രീം കോടതിയിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു. സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്, ബോർഡ് ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിന് അംഗീകരിക്കും, നിങ്ങൾ ഹൈക്കോടതിയിൽ നിങ്ങൾ പറഞ്ഞില്ലയോ 2 നോൺ മുസ്ലിങ്ങളെ അടക്കം വെക്കാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ സുപ്രീം കോടതിയിലും ഗവൺമെന്റിന് വേണ്ടി ഹാജരായ ഗവൺമെന്റിന്റെ സീനിയർ കൌൺസിൽ ഇത് തന്നെ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ഇതെല്ലാം രേഖയായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തന്നെ വഖഫിന്റെ പുതിയ ഭരണഘടന പ്രകാരം തന്നെ അതിൽ മുസ്ലിം ഇതര ആളുകളെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ഭേദഗതി വന്നിരുന്നല്ലോ. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ അവസാന ഘട്ടത്തിൽ ഉറപ്പുവരുത്തുന്നത് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. പിന്നീട് അവരത് ചെയ്യാതെ ഭരണം മാറിയ സമയത്ത് അവരതിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു മറുപടി എന്താ? യഥാർത്ഥത്തിൽ താങ്കളെ ഉൾപ്പെടെ നിയമിച്ച LDF സർക്കാർ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നുള്ള ചോദ്യമാണ്. അത് ശരി, കറക്റ്റ്. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശുദ്ധ അസംബന്ധം എന്നല്ലാതെ എന്ത് പറയാനാ? അതൊക്കെ ഇപ്പൊ രേഖയുണ്ടല്ലോ. ഞങ്ങളെ അപ്പോയിന്റ് ചെയ്ത ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടിന്റെ അടിയിൽ പറയുന്നുണ്ട് 2 പേരെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, അത് പിന്നീട് അപ്പോയിന്റ് ചെയ്യുന്നതാണ് എന്ന് മാത്രമേ പറഞ്ഞു. നോൺ മുസ്ലിം ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആ 2 അപ്പോയിന്റ് ചെയ്തുള്ള സ്ഥിതി എന്താണ്? 10ാമത്തെയും 11ാമത്തെയും വന്നു കഴിഞ്ഞാൽ 2 നോൺ മുസ്ലിങ്ങളാണ്. മനഃപൂർവ്വം ആ 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ഒഴിവാക്കി വെച്ചത്. കഴിവ് പറഞ്ഞ് നേരെ സുപ്രീം കോടതിയിലേക്ക് വെച്ച് സുപ്രീം കോടതിയുടെ പെൻഡിങ്ങിലിരിക്കുന്ന കേസിൽ, ഈ കേസല്ല മുമ്പേ പെൻഡിംഗ് ഇരിക്കുന്ന കേസിന്റെ ഫൈനൽ വെർഡിക്റ്റ് വരുമ്പോൾ അതിനനുസരിച്ച് വെക്കാമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നീട്ടിക്കൊണ്ടുപോകാമായിരുന്നല്ലോ. എന്തിനാ ധൃതി കാണിച്ചത്? അത് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. UDF പോയിട്ട് ഏതോ ഒരു അപക്വമായ ഒരു നിയമോപദേശത്തിന്റെ പേരിൽ പോയി കുടുങ്ങിയതാണ്. ബോർഡിൽ ആരെങ്കിലും ഞങ്ങളുടെ 2 ആളെ കയറ്റാമെന്നായിരിക്കും മോഹിച്ചിട്ടുണ്ടാവുക. സപ്പോർട്ട്, അതെ. നിയമം മുഖ്യമന്ത്രിയുടെ ഭാഗത്താണല്ലോ ഇപ്പൊ പറയുന്നത്. മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്, ഞങ്ങളോട് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഷോൺ ജോർജിന്റെ പെറ്റീഷനെ ഞങ്ങൾ വി ആർ സപ്പോർട്ടിംഗ് ദ പെറ്റീഷൻ എന്ന് നേരൊക്കെ ചൊവ്വേ AG അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് ലീഗൽ അഭിപ്രായമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്നത് എന്റെ സമ്മതത്തോടു കൂടി എന്നല്ല പറഞ്ഞതെന്നാണ് ഇവർ വിശദീകരിച്ചിട്ടുള്ളത്. പറയാതിരിക്കുവോ? ആരാണ് AG? അഡ്വക്കേറ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ഇവരുടെയൊക്കെ നിയമോപദേശകനായ AG വെക്കുമ്പോഴേ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നില്ലേ? എന്തിനു വെക്കാൻ പോയി? അങ്ങനത്തെ വടി കൊടുത്ത് അടിപടിച്ചതല്ലേ ഗവൺമെന്റ് ഇപ്പൊ ഈ ദുർഭൂതത്തെ കോടതിയിൽ നിന്ന് പുറത്തുവിട്ടു. ഇനിയിപ്പോ ഉള്ളിലേക്ക് ആവാഹിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് സർക്കാരിനോട് ഒരുവിധ എതിർപ്പുമില്ല. ഞങ്ങൾ സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ആഴ്ച ഇപ്പോൾ ഞങ്ങൾ സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ വെച്ചുകൊണ്ട് ഇവർക്ക് മുത്തവല്ലിമാർക്കുള്ള ട്രെയിനിങ് പരിപാടി ആരംഭിക്കാൻ പോവാണ്. ഞങ്ങൾക്കതിൽ യാതൊരു വിദ്വേഷവുമില്ല. പക്ഷേ നിയമം അനുവദിക്കാത്ത കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തുചാടിയാൽ ആർക്കാണെങ്കിലും പണി കിട്ടും. അതാണ് ആദ്യം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റ് ഇടത് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഖഫ് ബോർഡ് 8ന്റെ പണിയാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ആവശ്യമായി ഇല്ലാതെ പോയി കുടുങ്ങി 16ന്റെ പണി മേടിച്ചിട്ടില്ലേ? എന്തിന് വേലിയമ കിടക്കുന്ന പാമ്പിനെടുത്ത് ചുമലിട്ടു? ഇതിപ്പോ മോങ്ങിട്ട് കാര്യമില്ലല്ലോ. അതെ പറഞ്ഞത്. ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഏറ്റവും അവസാനപരമായി ഈ ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ 4 ഹർജികളും തള്ളണം എന്നാണല്ലോ അതിലുള്ള അപ്പോൾ അതെങ്ങനെയാണ് രണ്ടുകൂടി യോജിച്ചു പോകുന്നത്? അതിനാണ് പ്രൈവറ്റ് കേസുള്ളത്. പണ്ട് പറഞ്ഞല്ലോ, അവ പരിശോധിച്ചാൽ വായിൽ പല്ലുകളൊന്നും കണ്ടില്ല പറഞ്ഞൊരു മഹസർ തയ്യാറാക്കിയപ്പോണ്ട് നായകടിച്ച് പാളിയത്തതിന് ശേഷി പരിശോധിച്ചാൽ വായിൽ പല്ലുകളൊന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇതിൽ പറയുന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾ വെച്ചോളാം, ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നിട്ട് പറ. അതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞോളൂ, ഞങ്ങൾ ചെയ്തോളാം.
ഇവരുടെ പരാതി തള്ളിക്കളഞ്ഞോളൂ, ഞങ്ങൾ ചെയ്തോളാം. നിയമപരമായിട്ടൊരു സർക്കാരിന് ഇത്ര ഒരു ഭേദഗതി നിയമത്തിൽ വന്ന സാഹചര്യത്തിൽ ആ ഭേദഗതി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് കോടതി നിലപാട് സ്വീകരിക്കാൻ കഴിയും. അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനകത്ത് നിയമോപദേശം കൊടുക്കാൻ ആളല്ല. നമുക്കൊക്കെ അറിയാം എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ബോർഡിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ പറയാൻ നിവൃത്തിയുള്ളൂ.